ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനം പ്രമുഖ മാധ്യമമായ എസ്റ്റഡാവോ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലെ ഒരു കാര്യം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിക്ടോർ റോക്കിനെ തിരികെ കൊണ്ടുവരാൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ബ്രസീലിയൻ ടീമിൽ വിക്ടോർ റോക്കിന് ഇടമുണ്ടാകും എന്നായിരുന്നു എസ്റ്റഡാവോയുടെ ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ വേൾഡ് കപ്പ് പ്ലാനുകളിൽ നെയ്മർ ജൂനിയർക്ക് ഇടമില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബ്രസീലിന്റെ പ്ലാനുകളിൽ നിന്നും നെയ്മർ ജൂനിയർ പുറത്താണ്. ഇനിയിപ്പോൾ നെയ്മർക്ക് ബ്രസീലിയൻ ടീമിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അതല്ലെങ്കിൽ വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ ഇടം നേടണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അതായത് 2026 ഫസ്റ്റ് ഹാഫിൽ നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിലെ അടുത്ത സീസണിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം നെയ്മർ ജൂനിയർ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ അത് നല്ല രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതായത് അടുത്ത സീസണിന്റെ തുടക്കത്തിൽ നെയ്മർ സ്ഥിരമായി കൊണ്ട് കളിക്കണം, പരിക്കുകൾ ഒന്നും പറ്റാതെ കളിക്കണം, മാത്രമല്ല മികച്ച പ്രകടനം നടത്തുകയും വേണം. എന്നാൽ മാത്രമാണ് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നാണ് എസ്റ്റഡാവോ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ നെയ്മർ ജൂനിയർക്ക് പ്ലാനുകളിൽ ഇടമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ തന്നെയാണ്. അതായത് ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വിളിക്കാത്തതിന്റെ കാരണം അതല്ലെങ്കിൽ പരിഗണിക്കാത്തതിന്റെ കാരണം ഫിസിക്കൽ കണ്ടീഷൻ തന്നെയാണ്. നിരന്തരം പരിക്കുകൾ അലട്ടുന്ന ഒരു താരത്തെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം ആഞ്ചലോട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അദ്ദേഹം ആ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി വീണ്ടെടുക്കേണ്ടതുണ്ട്, നല്ല രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്, പരിക്കുകൾ പറ്റാതെ നോക്കേണ്ടതുണ്ട്. അങ്ങനെ വേൾഡ് കപ്പിന് വേണ്ടി നല്ല രൂപത്തിൽ തയ്യാറെടുത്താൽ മാത്രമേ ഓക്കെ ആയാൽ മാത്രമാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.